മുംബൈ ബോട്ട് അപകടത്തിൽപ്പെട്ട മലയാളി കുടുംബം സുരക്ഷിതരാണെന്നുള്ള വാർത്ത വരുന്നു. 6 വയസ്സുകാരന്റെ മാതാപിതാക്കളെ കണ്ടെത്തി. കുട്ടിയും മാതാപിതാക്കളും വെവ്വേറെ ആശുപത്രികളിലായതോടെയാണ് ആശങ്കയുണ്ടായത്. മാത്യു ജോർജും ഭാര്യ നിഷയും സുരക്ഷിതരാണ്. പരിക്കേറ്റ 4 പേരുടെ നില ഗുരുതരമാണ്. നേവിയുടെ ബോട്ട് ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അഖിലശ്രീ ചേരുന്നു വിവരങ്ങളുമായി. അഖിലശ്രീ, ആശങ്കയുണ്ടാക്കിയിരുന്നു 6 വയസ്സുകാരൻ പറഞ്ഞ വാക്കുകൾ. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നത്, അവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം എന്നൊക്കെയുള്ള ഒരു ആശങ്കയിൽ നിന്ന് ഇപ്പോൾ കുടുംബം ഒന്നിച്ച് ഒരു ആശുപത്രിയിലേക്ക് മാറുന്നുണ്ടോ, അതോ 2 ആശുപത്രികളിൽ തന്നെ ചികിത്സ തുടരുകയാണോ? സുജയ, ഇന്നത്തെ പകൽ വരുന്ന ഏറ്റവും നല്ല വാർത്തയാണ് മുംബൈയിൽ നിന്നുള്ളത്. അതായത് ഇന്നലെ മുംബൈയിലുണ്ടായ ദുരന്തത്തിൽ മലയാളി കുടുംബം അകപ്പെട്ടു എന്ന വാർത്ത വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിലൊരു കുട്ടി 6 വയസ്സുകാരനെ തൻ്റെ രക്ഷിതാക്കളെ കാണാനില്ല എന്നും കുട്ടിയുടെ ചിത്രം സഹിതമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ അപകടത്തിൽപ്പെട്ടോ എന്ന തരത്തിൽ മലയാളി സമാജം അടക്കം വലിയ തരത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളെ കുട്ടി കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. അതായത് കുട്ടിയുടെ ഈ അപകടമുണ്ടായ സമയത്ത് കുട്ടി സൈഡ് സീറ്റിലായിരുന്നു ഇരുന്നത്. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഇവർ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടിയും വെവ്വേറെയായി പോവുകയായിരുന്നു. കുട്ടിയെ വേറൊരു ആശുപത്രിയിലേക്കും മാതാപിതാക്കൾക്ക് ചെറിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ തുടർന്ന് വീട്ടിലേക്കും പോയി കുട്ടിക്കായി വ്യാപകമായ തെരച്ചിൽ നടത്തുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ കണ്ടെത്തിയ ആശുപത്രി ജീവനക്കാരാണ് ഈ കുട്ടി മലയാളിയാണെന്നും പത്തനംതിട്ടയിൽ നിന്ന് എത്തിയവരാണെന്നും ആശുപത്രി ജീവനക്കാർ മനസ്സിലാക്കിയതോടെ കുട്ടിയെ ഇവർ പോലീസിൽ ഏൽപ്പിച്ചു. പിന്നീട് പോലീസ് കുട്ടിയുടെ മാതാപിതാക്കളെയും മറ്റു ബന്ധുക്കളെയും കണ്ടെത്താൻ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കുട്ടിയുടെ അമ്മാവൻ മുംബൈയിൽ സെറ്റിൽഡ് ആണ്. അദ്ദേഹം അവിടെ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. കുട്ടി പോലീസുകാരോട് തൻ്റെ അമ്മാവൻ ഇങ്ങനെ ടാക്സി ഡ്രൈവറായി ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് റിജു മാത്യു എന്ന അമ്മാവൻ്റെ അടുത്തേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് റിജു മാത്യുവിനെ പോലീസ് ബന്ധപ്പെടുകയും റിജു മാത്യു പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടിയെ സ്വീകരിക്കുകയുമായിരുന്നു. ഇതിനിടെ പോലീസ് കുട്ടിയുടെ മാതാപിതാക്കളുമായി വീഡിയോ കോൾ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറിയത്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് മുംബൈയിൽ നിന്ന് വരുന്നത്. നമ്മളൊക്കെ ആകെ ആശങ്കയിലായിരുന്നു. കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയോ, 4 പേരെ കാണാനില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ രാവിലെ പ്രചരിച്ചിരുന്നു. അപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, മരണപ്പെട്ട തരത്തിലുള്ള വലിയ ആശങ്കയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ പരിഹാരമായിരിക്കുന്നു. കുട്ടിയുടെ മാതാപിതാക്കളുടെ പക്കലെത്തിയിരിക്കുന്നു. നല്ല വാർത്തയാണ് അഖിലശ്രീ പങ്കുവച്ചത്. ആ 6 വയസ്സുകാരൻ മാതാപിതാക്കൾക്കൊപ്പം ചേരുകയാണ്.